ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു ഞായർ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇത് ഞായറാഴ്ച എടുത്തു വെച്ചതാണ്. ഇപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞു അല്ലേ ഇതിപ്പം പബ്ലിക്കാക്കാൻ. കുറച്ച് ഇങ്ങനെ വലിയ വീഡിയോ ആയ കാരണം കുറച്ച് നേരം എടുക്കുന്നതാണ് അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനേ. അപ്പോൾ രാവിലെ 7 മണിയൊക്കെ ഉണ്ടാവും ഇപ്പം എണീറ്റ് കേട്ടോ. ഞായറാഴ്ച അല്ലേ, വൈകിട്ടല്ലേ എണീക്കണ്ടു. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് പിന്നെ വേഗം അടിച്ചു വാരാനിറങ്ങി. സാധാരണ ഞാൻ ഈ സമയത്ത് അടിച്ചു വാരില്ല. എനിക്ക് പണികൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടല്ലേ അടിച്ചു വരാറുള്ളൂ. ക്ലീനിങ്ങൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്. ഇതിപ്പോൾ നല്ല വെയിലല്ലേ, ഇപ്പോൾ ഭയങ്കര വെയിൽ. അപ്പോൾ എന്നാൽ ശരി, ഇനിയും വൈകിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞാകുമ്പോഴേക്കും ഭയങ്കര വെയിൽ വരും. അപ്പോൾ നേരത്തെ ഇപ്പോൾ തന്നെ അങ്ങ് അടിച്ചു വാരാമെന്ന് വിചാരിച്ചു. മുറ്റടിച്ചു വാരി പിന്നെ ഇതാ ഇവിടെയൊക്കെ ക്ലീനിങ്ങിന് ഏട്ടനും സൂര്യനൊക്കെ കൂടിയിട്ട് ഭയങ്കര പണിയിലാണ്. എല്ലാവരും എണീറ്റ് വന്നല്ലോ അപ്പോഴേക്കും. ഇവിടെ വെള്ളത്തിൻ്റെ വാട്ടർ കണക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ പൈപ്പ് പോകുന്നുണ്ട്. റോഡൊക്കെ ആകെ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നല്ല പൊടി വരും വീട്ടിനകത്ത്. ഇവിടെ മുറ്റത്തൊക്കെ നിറച്ച് പൊടിയായിരിക്കും. അപ്പോൾ ശരിക്കും ഒരു ബ്ലാക്ക് കളറിൻ്റെ ഒരു ഷെയ്ഡാണ് ആ കല്ലുള്ളത് ഇട്ടിരിക്കുന്നത്, ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ കളർ വേറൊരു കളറായില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകുമായിരുന്നു. പിന്നെ സിറ്റ് ഔട്ടിലേക്കും അത് നല്ല പൊടി വരുന്നില്ല. ഒരു മഴ പെയ്യട്ടെ വെച്ച് വെയിറ്റ് ചെയ്തതാണ്. പക്ഷെ മഴയൊന്നും പെയ്യുന്നു കാണില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ വെള്ളം ഒഴിച്ചിട്ട് കഴുകാമെന്ന് വിചാരിച്ചു. അവർ രണ്ടുപേരേനും ബാക്കി ക്ലീനിങ്ങൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ പതുക്കെ കിച്ചണിലേക്ക് പോന്നു. അല്ലെങ്കിൽ ഇനിയും അവിടെ നിന്നിട്ട് ഇനി ക്ലീൻ ചെയ്യുമ്പോഴേക്കും പിന്നെ വിശക്കാൻ തുടങ്ങും എല്ലാവർക്കും. അപ്പോൾ ഇവിടെ ഒന്നും ആയിട്ടില്ലല്ലോ. എല്ലാവരും വൈകി എണീക്കുകയും ചെയ്ത് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകും. അപ്പോൾ ഞാൻ വേഗം കിച്ചണിലേക്ക് വന്നു. ഇന്ന് റവ ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് ഈസിയാണല്ലോ റവ ഉപ്മാവ്. അപ്പോൾ ഇന്ന് റവ ഉപ്മാവും പിന്നെ നേന്ത്രപ്പഴം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നേന്ത്രപ്പഴം പുഴുങ്ങിയതും പപ്പടവും കൂട്ടിയിട്ട് ചായ കുടിക്കാം. റവ ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചെന്നപ്പോഴാണ് പാത്രം കണ്ടപ്പോൾ അതിൽ റവ അടിയിലായിരിക്കണം. ഞാൻ വിചാരിച്ചു ഉണ്ടാവില്ലായിരിക്കുന്നു. പക്ഷേ അന്ന് നോക്കിയപ്പോൾ കറക്റ്റ് 1 കപ്പുണ്ട്. അപ്പോൾ പിന്നെ ഉണ്ടാക്കാൻ ഓക്കെയാണ്, 1 കപ്പ് മതി. ഇത് വറുത്ത റവ വാങ്ങിച്ച തന്നെയാണ് കേട്ടോ. പക്ഷേ ഞാൻ ഒന്നുകൂടി വറുക്കും. അത് ചിലപ്പോൾ അത് കൊണ്ടുവന്ന വഴിക്ക് തന്നെ ഒന്നിച്ചങ്ങ് വറുത്ത് വയ്ക്കും. ഇത് പിന്നെ വറുത്ത റവയായ കാരണം അങ്ങനെ ഞാൻ ബോട്ടിലിൽ ഇട്ട് വെച്ചതാണ്. പക്ഷേ അത് റവ ഉപ്മാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നുകൂടി ഞാൻ വറുക്കാറുണ്ട്. നല്ല ചുമക്കല്ല, ഒരു നമ്മളിങ്ങനെ വറുക്കുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് വരില്ലേ റവ വറുക്കുമ്പോൾ. ആ ഒരു മണമാകുമ്പോൾ ചുമപ്പ് വരുന്നതിന് മുൻപ് തന്നെ തീ ഓഫ് ആക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് വറുത്തെടുക്കാറുണ്ട്. അപ്പോൾ അത് വറുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ റവ ഉപ്മാവിലേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഉള്ളത് നേന്ത്രപ്പഴം ഒന്ന് വേവിക്കാൻ വെക്കണം. അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. ഇന്നിപ്പോൾ പഴം അധികം പഴുത്തതൊന്നുമല്ല. അപ്പോൾ പിന്നെ കുക്കറിലായാലും കുഴപ്പമില്ലല്ലോ, പെട്ടെന്ന് വേവിച്ചെടുക്കാമല്ലോ. അപ്പോൾ അതിൽ കുറച്ച് ശർക്കര ചേർക്കുമെന്ന് അറിയാമല്ലോ അല്ലേ. അതൊരു ഇഷ്ടമാണ് ശർക്കര ചേർത്തിട്ടുള്ളത് കാരണം. അത് കാരണം വേറെ രീതിയിലൊന്നും വേവിക്കാറില്ല. എപ്പോഴും ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ, കട്ട് ചെയ്യാതെ വേവിച്ചൂടേന്നോ അങ്ങനെ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഇഷ്ടം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൽ ശർക്കര ഇട്ട് വേവിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് കാരണം പിന്നെ സ്ഥിരം അങ്ങനെ തന്നെയാണ് എപ്പോഴും വയ്ക്കുക. ഇനി സവോളയും ക്യാരറ്റും ഇഞ്ചിയും പച്ചമുളകും ഒന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കാടാമ്പുഴ അമ്പലത്തിലെ മുട്ടർക്കലിനെ പറ്റിയിട്ടൊന്ന് പറയാമോ എന്ന്. അപ്പോൾ കാടാമ്പുഴ ദേവീക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് കേട്ടോ ഈ മുട്ടർക്കൽ. അതായത് മുട്ടർക്കൽ എന്നുള്ളതിൻ്റെ മീനിങ് വരുന്നത് തടസ്സങ്ങൾ അറുത്ത് കളയുക, തടസ്സങ്ങൾ നീക്കുക. നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു തടസ്സങ്ങളൊക്കെ വന്ന് നിൽക്കില്ലേ, അതിനെ ഇല്ലാതാക്കുക, മാറ്റുക എന്നുള്ളതിനാണ് ഇത് മുട്ടർക്കൽ എന്ന് പറയുന്നത്.
അപ്പോൾ അത് തേങ്ങ ഉടച്ചിട്ടാണ് ദേവിയുടെ ശ്രീകോവിലിൻ്റെ മുന്നിലുള്ള ഒരു ഇതിൽ വെച്ചിട്ട് ശാന്തിക്കാർ അവിടെ ഇങ്ങനെ തേങ്ങ ഉടച്ചിട്ടാണ് അത് മുട്ടറക്കൽ ചെയ്യുന്നത്. അത് നമ്മുടെ പേരും നാളും കൊടുക്കണം. അപ്പോൾ പേരും നാളും വിളിച്ചിട്ടാണ് അത് ചെയ്യുക. അപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരപ്പോഴേ പറയും. ആ തേങ്ങ ഉടച്ചതിൻ്റെ ഇത് നോക്കിയിട്ട് അവർക്കത് പറയാൻ കഴിയും. ആ തേങ്ങ ഉടക്കുന്നത് ശരിയായിട്ടില്ലെങ്കിൽ ഉണ്ടാവില്ല, ചിലതൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടും ചെതറിയിട്ടൊക്കെ പോവില്ലേ. അപ്പോൾ അവർ വീണ്ടും നമ്മളോട് പറയും, നമ്മളപ്പോൾ വേറെ തേങ്ങ കൊണ്ടു കൊടുത്താൽ മതി. തേങ്ങയൊക്കെ അതിനടുത്തുള്ള അമ്പലത്തിനടുത്തുള്ള ഷോപ്പുകളിൽ നിറയെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മളിവിടെ വീടിനടുത്തായ കാരണം, അമ്പലത്തിനടുത്തായ വീടായ കാരണം തേങ്ങ ഇവിടെ നിന്ന് വീട്ടിലത്തെ തന്നെ തേങ്ങ പൊളിച്ച് കൊണ്ടുപോവുക ചെയ്യുക. അപ്പോൾ അവർ മുട്ടെടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചു തരും. നമുക്ക് വേണമെങ്കിൽ അത് അമ്പലത്തിൽ തന്നെ നിക്ഷേപിക്കാം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാം തേങ്ങ. അപ്പോൾ ഈ മുട്ടറക്കല്ലിൽ ഇപ്പോൾ നമുക്ക് ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവാൻ വൈകുക, കല്യാണം വൈകുക, ജോലി കിട്ടാൻ വൈകുക, അങ്ങനെ കുറേ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ ഉണ്ടായിരിക്കില്ലേ ഓരോ കാര്യങ്ങളിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അത് നീങ്ങാൻ വേണ്ടിയിട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവില്ലേ തടസ്സങ്ങളൊക്കെ, അത് നീങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് നമ്മളുടെ മനസ്സിൻ്റെ ഒരു പ്രതീക്ഷ, അങ്ങനെ ചെയ്താൽ അത് നടക്കും, ഓരോരോ വിശ്വാസങ്ങളല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണത് മുട്ടറക്കൽ. അവിടുത്തെ കാടാമ്പുഴ അമ്പലത്തിലെ നല്ലൊരു വഴിപാടാണ്. അപ്പോൾ നമ്മുടെ റവ മാവിലേക്ക് ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, പിന്നെ അതിലേക്ക് ഉഴുന്ന് ഇടാറുണ്ട് കേട്ടോ. ഇവിടെ ഉഴുന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ കാഷ്യൂ നട്ടൊന്ന് ചെറിയ പീസസ് ആക്കി ഇത് ഇടാം. അപ്പോൾ അതിനൊരു ടേസ്റ്റാണ് അതിലിങ്ങനെ കഴിക്കുമ്പോൾ. എന്നിട്ട് അതിലേക്ക് ഉള്ളി അരിഞ്ഞതും പച്ചമുളകും ഇഞ്ചി അരിഞ്ഞതും എല്ലാം ഒന്ന് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് ഇളക്കി ഒരു അര മിനിറ്റ് കഴിയുമ്പോഴാണ് ക്യാരറ്റ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ക്യാരറ്റ് ചെറിയ പീസസ് ആക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം ഒന്നങ്ങോട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 കപ്പ് വെള്ളം. ഇതിങ്ങനെ വല്ലാണ്ട് ഡ്രൈ ആയ പോലെയുള്ള റവ മാവല്ല ഇവിടെ ഇഷ്ടം. കുറച്ചൊരു കുഴഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ വെന്തൊന്നും കൂടി കുഴയുന്ന ടൈപ്പില്ലേ, അങ്ങനെയാണ്. അപ്പോൾ കറക്റ്റ് 1 കപ്പിന് 2 കപ്പ് വെള്ളമാണ് ചേർക്കുക. പിന്നെ അതിലേക്ക് നിറയെ വേപ്പിൻ്റെ ഇലയൊക്കെ ഇടണം കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അതിൽ ആ വറവിൻ്റെ സമയത്തും അല്ലാത്തപ്പോഴൊക്കെ വേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കാണെങ്കിൽ നല്ല വേപ്പില കിട്ടിയിട്ടുണ്ടെങ്കിൽ നിറയെ വേപ്പില എല്ലാ കറികളിലും ഇടും. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും കേട്ടോ. ഒരുപാട് മഞ്ഞളിൻ്റെ കളറ് വേണ്ട, ഒരു ക്രീം കളറിന്ന് മാറിയിട്ടുള്ള ഒരു മഞ്ഞ കളറില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പാകത്തിന് ഉപ്പും. എന്നിട്ട് അത് മൂടി വെച്ചിട്ട് ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് റവ ഇട്ട് കൊടുക്കാം. ഞാൻ ചിലപ്പോൾ റവ മാവ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വറുത്ത സേമിയല്ലേ അത് ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിലിട്ട് കൊടുത്താൽ മതി. ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു. എന്നിട്ട് അതൊക്കെ പാത്രമൊക്കെ എടുത്തു കൊടുന്നു, അതിൻ്റെ ടിന്നെടുത്ത് കൊടുന്നു. പിന്നെ തോന്നി അതൊക്കെ ആ സേമിയ കൂടി ഇനി ഇതിലേക്ക് ആവുമ്പോൾ കുറേ ഉപ്പുമാവ് ഉണ്ടാവും. പിന്നെ ഇതിപ്പോൾ രാവിലെ കഴിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 4 മണിക്ക് ഒന്നും എടുത്ത് വയ്ക്കേണ്ടി വരില്ല. ഇന്ന് പുറത്ത് പോകുന്നുണ്ട്, സൺഡേ അല്ലേ. അപ്പോൾ ഇനി വെറുതെ എന്തിനാ അധികം ഉണ്ടാക്കുന്നത് വിചാരിച്ചിട്ട് പിന്നെ അത് തിരിച്ചു കൊണ്ടുവച്ചു. അല്ലെങ്കിൽ സേമിയ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇതിലേക്ക്. അപ്പോൾ റവെല്ലാം വെന്ത് പാകമായിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചിലപ്പോഴേ ഞാൻ ചേർക്കാറുള്ളൂ. ടേസ്റ്റൊക്കെ തന്നെയാണ് തേങ്ങ ചേർക്കുന്നത്. ചിലപ്പോൾ തേങ്ങ ചിലപ്പോൾ ഒഴിവാക്കാറുണ്ട് കേട്ടോ. എങ്ങനെയായാലും ടേസ്റ്റ് ഉണ്ടായിരിക്കും. തേങ്ങ ചേർത്താലും ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് തേങ്ങ കൂടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അങ്ങനെ അടച്ചു വയ്ക്കാം. ഇന്ന് എല്ലാവർക്കും മധുരമുള്ള ചായ, പാലൊഴിച്ച ചായ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കട്ടൻ ചായ അല്ലെന്ന് കുടിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കമൻറ്റിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പേര് മറന്നുപോയി, സോറി. ഞാനിപ്പോൾ ഇങ്ങനെ വോയിസ് കൊടുക്കാൻ നേരത്തെ ഇങ്ങനെ ഓർത്തതാണ്. അപ്പോൾ പേര് ഓർക്കാൻ പറ്റിയില്ല എനിക്ക്, അതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കാണിക്കണം, എങ്ങനെയാണ് പാൽ ചായ ഉണ്ടാക്കാൻ പറ്റുമോ, എങ്ങനെയാണ് അതിലുണ്ടാക്കണത് ഒന്ന് കാര്യമായിട്ട് കാണിക്കണം എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ അതിലിങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെ ഒന്ന് സ്റ്റെപ്പായിട്ടൊന്നും ഞാൻ പറയാറില്ല. ജസ്റ്റ് ചായ ഉണ്ടാക്കുക അങ്ങനെയല്ലേ, ഉണ്ടാക്കി ഇങ്ങോട്ട് കാണിക്കല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ പാൽ ചായയും കട്ടൻ ചായയും ഒക്കെ വെക്കാൻ പറ്റും. അതിലൊരു ഇൻഫ്യൂസറില്ലേ നടുക്ക് കാണുന്നത്, അതിലേക്കാണ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക, ചായപ്പൊടി ഇട്ട് കൊടുക്കുക, പഞ്ചസാരയൊക്കെ അതിലിട്ട് കൊടുക്കുക. അപ്പോൾ അത് അതിലിരിക്കുന്ന കാരണം അതിൽ തന്നെ കിടന്നിങ്ങനെ തിളച്ചോളും ഈ ചായ ഉണ്ടാക്കുമ്പോൾ. പിന്നെ നമ്മളിങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ അരിപ്പട ആവശ്യമൊന്നുമില്ല. പിന്നെ ഉപയോഗിക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിങ്ങനെ ഗ്ലാസ് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഒന്ന്
കുറച്ചൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ സ്റ്റീൽ പാത്രങ്ങൾ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും. ഇവിടെ അമ്മ വന്നിട്ടേ മോളെ ചായ ഉണ്ടാക്കാനുള്ള പാത്രം എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിത് എടുത്തു കൊടുത്തു. അപ്പോൾ അമ്മ അതിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഇതിലുണ്ടാക്കണോ, വേറെ നിൻ്റെ അടുത്ത് സ്റ്റീൽ പാത്രം ഒന്നും ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഉപ്മാവും പപ്പടും നേന്ത്രപ്പഴം വേവിച്ചതും ഒക്കെ റെഡിയായി. ഇനി ചായ കുടിക്കട്ടെ കേട്ടോ. നിങ്ങളൊക്കെ നേന്ത്രപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം പപ്പടും ഒന്നും അല്ലാതെ ഈ റവ ഉപ്മാവിലേക്ക് വേറെ എന്തൊക്കെയാണ് കൂട്ടാറ്? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം. ഇതിൽ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ സിങ്കിനെ പറ്റിയിട്ട്. എൻ്റെ 2 സിങ്കിൻ്റെയും ബ്രാൻഡും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലിയ സിങ്കാണല്ലോ, അത് അത്ര വലുതല്ല. ഇവിടെ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ ഞാൻ ഈ സിങ്കിൽ തന്നെയാണ് കഴുകുക, വർക്ക് ഏരിയയിലുള്ളത്. എനിക്കറിയായിരുന്നു ആദ്യം തന്നെ ഇവിടെ ആയിരിക്കും ഞാൻ അധികം പാത്രങ്ങൾ കഴുകുക. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ജനലില്ലേ, ജനലിൻ്റെ അടുത്തുള്ള ഭാഗത്ത് നിന്നിട്ടാണ് കുറച്ചുകൂടി പണിയെടുക്കാനൊക്കെ കുറച്ചുകൂടി ഇഷ്ടം. മറ്റ് കിച്ചണിലാണെങ്കിൽ അവിടെ കുക്ക് ചെയ്യുന്ന അവിടെ ഹോബൊക്കെയാണ് ജനലിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അവിടെ നിന്നിട്ട് കുക്ക് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. പാത്രം കഴുകണമെങ്കിൽ അതിൻ്റെ ആ ഭാഗത്ത് ചുവരല്ലേ. ഇവിടെയാണെങ്കിൽ പുറത്തേക്കുള്ള ജനലാണ് ഈ സിങ്കിൻ്റെ അവിടെ. അപ്പോൾ എന്തായാലും ഇവിടെ വലിയ സിങ്ക് വേണം. പാത്രങ്ങളൊക്കെ നിറച്ചിട്ട് കഴുകണം, വലിയ പാത്രങ്ങൾക്കും ഒക്കെ സൗകര്യം ഈ സിങ്കാണെന്ന് തോന്നിയിട്ട് ഇങ്ങനത്തെ വലിയ സിങ്ക് വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഒന്ന് നോക്കി നടന്നിട്ട് കിട്ടിയത് തന്നെയാണ് കേട്ടോ. നല്ല സിങ്കാണ്, രണ്ടും അതേ നല്ല സിങ്ക് തന്നെയാണ്. ഇതിലാണ് ഞാൻ അധികം യൂസ് ചെയ്യുന്ന കാരണം പറയുന്നതാണ്. വർക്ക് ഏരിയയിൽ ഇങ്ങനെ സ്ക്വയർ ടൈപ്പ് ആകുമ്പോൾ ചിലപ്പോൾ ഒരു ഇതുണ്ടായിരിക്കും, ഇങ്ങനെ വെള്ളം ഒഴുകി പോവില്ലേ അങ്ങനെയൊക്കെ. പക്ഷേ ഇതെല്ലാം നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഒഴുകിപ്പോകും. കരടൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒരു അരിപ്പ പോലെ ഒരു സാധനം ഉണ്ടല്ലോ, അതിൽ തന്നെ വന്ന് കിടന്നോളും. ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയാകുമ്പോൾ ആരോടും അങ്ങനെ സംസാരിക്കാത്തൊരു ടൈപ്പ് കുട്ടിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് മിണ്ടാത്ത കുട്ടി എന്നുള്ളൊരു വിളിപ്പേരുണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ. എന്താ അറിയില്ല, ഞാൻ ചെറിയ കുട്ടിയിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ആരുടെ വർത്താനൊന്നും പറയില്ല. നാട്ടിലെല്ലാവരും നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴേക്കൊക്കെ കാണില്ലേ, അവരോടൊന്നും മിണ്ടില്ല. വീട്ടിലാരെങ്കിലുമൊക്കെ വന്നാൽ അവരോടും മിണ്ടില്ല. പിന്നെ ആകെ വർത്താനം പറയുക, ഫ്രണ്ട്സിനോട് നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അറിയുന്നത് ഞാനിങ്ങനെ ഫ്രണ്ട്സിനോട് എപ്പോഴെങ്കിലും വർത്താനം പറയുമ്പോഴാണ് അവർ ഈ കുട്ടി നന്നായിട്ട് വർത്താനമൊക്കെ പറയുമല്ലേ എന്നൊക്കെ അവർക്ക് മനസ്സിലാവുക. എന്നിട്ട് അവിടെ ഉള്ളവർക്കൊക്കെ പരാതിയായിരുന്നു. അപ്പേട്ടൻ്റെ മൂത്ത 2 കുട്ടികളും നന്നായിട്ട് ഞങ്ങളോടൊക്കെ മിണ്ടുകയൊക്കെ ചെയ്യും, ചെറിയ കുട്ടി മാത്രം ഞങ്ങളോടൊന്നും മിണ്ടും ചിരിക്കും ഒന്നും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ ഒരു പരാതി ഉണ്ടാവുമല്ലോ. അതൊക്കെ അമ്മയുടെ അടുത്തൊക്കെ എത്തുട്ടാ. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു തരും, അങ്ങനെ ആവരുത്, എല്ലാവരുടെ അടുത്തും നന്നായിട്ട് ഇങ്ങനെ മിണ്ടണം, ചിരിക്കണം, അല്ലെങ്കിൽ അവരിങ്ങനെ വലിയ ജാടയാണ് നിനക്ക് എന്നൊക്കെ വിചാരിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പോൾ ഞാൻ പറയും, എന്തിപ്പം മിണ്ടുക, അവരെയൊക്കെ കാണുമ്പോൾ എന്താ ഞാൻ സംസാരിക്കേണ്ടത് എന്നൊക്കെ പറയും. അപ്പോൾ അമ്മ ഇങ്ങനെ എന്നത് ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുള്ള ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു സ്ത്രീയുണ്ട്, ഇങ്ങനെ പണിക്ക് അവിടെ വീട്ടിലൊക്കെ പണിക്കൊക്കെ പാടത്തൊക്കെ ഇങ്ങനെ വരില്ലേ, അവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യും നമ്മുടെ അടുത്ത്, ഇങ്ങനെ കുട്ടി ഒന്നും മിണ്ടണില്ല, എൻ്റെ അടുത്തൊന്നും മിണ്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ പറയും, നീ ബന്ധുക്കളുടെ അടുത്ത് അവരുടെ അടുത്തൊന്നും മിണ്ടിയില്ലെങ്കിലും ഇങ്ങനെ ഇവരുടെ അടുത്തൊക്കെ ഒന്ന് ചിരിക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് വിഷമാവില്ലേ എന്നൊക്കെ പറയും. അപ്പോൾ ഞാനിനി എന്താ പറയുക ചോദിക്കാം നമ്മുടെ അടുത്ത്. അങ്ങനെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ എന്നെ ഇങ്ങനെ കാത്തൊക്കെ ഉണ്ടായിരിക്കും, എന്തെങ്കിലുമൊക്കെ
ഇങ്ങനെ സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ടേ. അപ്പം ഞാൻ വേഗം നടന്നു പോകത്രേ നോക്കാതെ. എനിക്കാണെങ്കിൽ ഒന്നും പറയാൻ കിട്ടായിട്ടാണ് ഈ പോണത്. അപ്പോൾ അമ്മ പറഞ്ഞു ഇനി അവരെ കാണുമ്പോൾ എവിടെയാണ് പണി, എന്താ പണിക്ക് പോവാണ്, അല്ലെങ്കിൽ എവിടെയാണ് പണി ഇന്ന്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ 2 ഡയലോഗൊക്കെ എനിക്ക് കിട്ടിയല്ലോ. പിറ്റേ ദിവസം അവരെ കണ്ടു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വേഗം സംസാരിക്കാനൊക്കെ വന്നപ്പോൾ അപ്പോൾ അതേ അമ്മ ചോദിച്ച പോലെ പറഞ്ഞെന്ന പോലെ അങ്ങനെ ചോദിച്ചു കേട്ടോ. പണിക്ക് പോകാനോ, എവിടെയാണ് പണി, ഈ 2 കഴിഞ്ഞു, തീർന്നു, എൻ്റെ സ്റ്റോക്ക് തീർന്നു. അങ്ങനെ അന്ന് അവർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു മോള് നന്നായിട്ട് സംസാരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിട്ട് പറഞ്ഞു. എന്നിട്ട് പിറ്റേന്ന് എന്നെ ഇങ്ങനെ കാത്തിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം ഇവരെ കണ്ടപ്പോഴത്തന്നെ എനിക്കൊന്നും പറയാനില്ല, എൻ്റെ സ്റ്റോക്ക് തീർന്നില്ലേ, അമ്മ പഠിപ്പിച്ചെന്ന ഡയലോഗ് കഴിഞ്ഞില്ലേ. അങ്ങനെ അവരെന്നെ കണ്ടപ്പോൾ വേഗം എൻ്റെ അടുത്തേക്ക് വന്നു, എൻ്റെ കൂടെ തന്നെ പോകാൻ വേണ്ടിയിട്ട്. പണിയിൽ രാവിലെ സമയത്ത് ഇറങ്ങുന്നതാണ്. അപ്പം ഞാനാണെങ്കിൽ ഇവരെ കണ്ടപ്പോൾ തന്നെ ഇനി എനിക്കൊന്നും പറയാനില്ലല്ലോ വെച്ചിട്ട് വേഗം അങ്ങോട്ട് നടന്നുപോയി, മൈൻഡ് ചെയ്യാതെ. അപ്പോൾ അതിന് ആകെ സങ്കടമായിട്ട് അവർക്ക്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു മോൾ ഇന്നലെ എൻ്റെ അടുത്ത് നന്നായിട്ട് സംസാരിച്ചപ്പോൾ ഇന്നും എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ മിണ്ടുമല്ലോ ആ കുട്ടീന്ന് വിചാരിച്ചിട്ട് ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. ഇന്ന് എൻ്റെ അടുത്ത് ഒന്നും മിണ്ടാതെ ആ കുട്ടി അങ്ങോട്ട് പോയി, എനിക്ക് ഭയങ്കര സങ്കടമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് വെച്ചു എന്താ നീ മിണ്ടാത്ത, അത് അമ്മ പഠിപ്പിച്ചെന്നതൊക്കെ ഞാൻ കഴിഞ്ഞില്ല, എൻ്റെ അടുത്ത് സ്റ്റോക്ക് കഴിഞ്ഞു, ഇനി എനിക്കൊന്നും മിണ്ടാനില്ല. അതുപോലെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോഴും, ബന്ധുക്കളൊക്കെ വരില്ല, ആരെങ്കിലുമൊക്കെ വരുമ്പോഴും നീ ഇങ്ങനെ മാറി നിൽക്കരുത്, അവരുടെ അടുത്ത് ചെല്ലണം, സംസാരിക്കണം, ചിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അമ്മ. അപ്പോൾ ശരി എന്നൊക്കെ പറയും, ഞാൻ സമ്മതിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞോളാം. അപ്പോൾ അമ്മ ഇങ്ങനെ ഞാൻ ഇപ്പം എന്താ പറയുക എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അമ്മ ഇന്ന പോലെയൊക്കെ പറയണം, ഇന്ന പോലെ അടുത്തേക്ക് ചെല്ലണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ. അതിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ സിറ്റ് ഔട്ടിലിരുന്ന് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അപ്പോൾ അടുത്ത വീട്ടിൽ ഏതോ ഒരു ചേച്ചിയും ഒപ്പം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ എനിക്ക് ഉപദേശിച്ച് തരികയാണ് അമ്മ, ഇങ്ങനെയൊക്കെ പറയണം. അപ്പം ഞാനൊക്കെ തലയാട്ടി സമ്മതിക്കുന്നുണ്ട്, ഓക്കെ ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് കുറേ ഗസ്റ്റ് ഗേറ്റ് കടന്ന് വരുന്നത് കണ്ടത്. അപ്പോൾ ഒറ്റ ഞാൻ അകത്തേക്ക്, ഇനി ഞാൻ എന്തൊക്കെ കൂടിയിട്ട് പറയും, എനിക്ക് വയ്യ ഇവരോടൊന്നും സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഞാനാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത്. ഞാൻ പിന്നെ കുറേ ചേഞ്ച് വന്നത് എനിക്ക് തോന്നുന്നു, ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഗൾഫിലൊക്കെ പോയില്ലേ. ഗൾഫിൽ പോയതിന് ശേഷം പിന്നെ വന്നപ്പോൾ ഭയങ്കര മാറ്റം എല്ലാവർക്കും തോന്നുന്നുണ്ട്. ശരിക്കും ഞാനിങ്ങനെ എല്ലാവരുടെ അടുത്തും കുറച്ചുകൂടി സംസാരിക്കാനൊക്കെ തുടങ്ങിയത് അതിന് ശേഷമാണ്. ഗൾഫിലൊക്കെ പോയി നിന്നതിന് ശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരില്ലേ, അപ്പോൾ പിന്നെ പഴയ പോലെ അല്ലായിരുന്നു ഞാൻ. അപ്പോൾ എനിക്കും എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി വ്യത്യാസം ഉണ്ടെന്ന്. അങ്ങനെ ഇന്നത്തെ ക്ലീനിങ് ഒക്കെ ഇന്ന് പെട്ടെന്ന് കഴിഞ്ഞു. ഒന്ന് ഏട്ടൻ ഹെൽപ്പിനുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഞങ്ങൾ 2 കൂടിയിട്ട് ക്ലീനിങ് ഒക്കെ തീർത്തു. പിന്നെ ചോറ് വയ്ക്കൽ, അപ്പോൾ അത് ചോറ് തിളച്ചു. അപ്പോൾ ഞാൻ ഹോട്ട് ബോക്സിനകത്ത് ഇറക്കി വെച്ചു. ഇനി ക്യാബേജ് തോരൻ വയ്ക്കാനാണ്. ക്യാബേജ് ഉപ്പേരി അല്ലെങ്കിൽ തോരൻ, ഞാൻ തോരൻ നിന്ന് പറഞ്ഞു നോക്കിയതാണ്. അത് വെക്കണം. അപ്പോൾ ഇനി കുളിച്ചിട്ട് വരാം. കുളിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പണിയൊക്കെ ചെയ്യാം. ഇനി ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കുകയാണ്. നേരത്തെ ഒക്കെ കഴുകി വെച്ചതാണല്ലോ, ഇനി അതൊന്ന് ജസ്റ്റ് ചോപ്പറിലിട്ടിട്ടൊന്ന് നുറുക്കിയെടുത്താൽ മതി. ഇന്ന് സൂര്യന് സ്കേറ്റിംഗ് ക്ലാസ് ഉള്ള ദിവസമാണ്. സൺഡേസ് ആണ് അവന് സ്കേറ്റിംഗ് ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ എക്സാം ആയ കാരണം കുറേ ദിവസം അവൻ പോയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഒരു മാസം വരെ അവൻ പോയിട്ട്, എക്സാമൊക്കെ ഉള്ളൊരു തിരക്കായ കാരണം പോവാതിരുന്നിട്ടേ. അപ്പോൾ ഇന്നിപ്പോൾ അവനെ കൊണ്ടാക്കാൻ ഇപ്പോൾ ഏട്ടനും പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ വരാൻ ഒരു 10 മണി കഴിഞ്ഞപ്പോൾ പോയതാണ് ഇവിടുന്ന്. ഇനിയിപ്പോൾ 1 മണിയൊക്കെ ആയിരിക്കും വരാൻ. കേബേജ് ഉപ്പേരിക്ക് വേണ്ട തേങ്ങ ഞാൻ ആ ചോപ്പറിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്തിട്ട് കേട്ടോ. കേബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടായി അടുപ്പത്ത് വെച്ചപ്പോഴാണ് കണ്ടത്. പാത്രങ്ങളൊക്കെ ഞാൻ രാവിലെ കഴുകി ഇവിടെ ഇങ്ങനെ അതിലത്തെ വെള്ളം വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ചട്ടി ചൂടാവുന്ന നേരം കൊണ്ട് ഇതെല്ലാം ഒതുക്കി പെറുക്കി അതിൻ്റെ യഥാസ്ഥാനത്തേക്കൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കാം. ഞാനിങ്ങനെ കിച്ചണിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടും ഒതുക്കി പെറുക്കിയിട്ടും ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്കിങ്ങനെ കുറേ ടൈം കിച്ചണിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനൊന്നും വേണ്ട. കുക്കിങ്ങിൻ്റെ ടൈമിൽ തന്നെ നമ്മളുടെ ക്ലീനിങ്ങും കഴിയും, ഇതേപോലെ ഒതുക്കി വയ്ക്കലും ഒക്കെ അങ്ങോട്ട് തീരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണി കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങാം. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നിലധികം സാധനങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോഴാണ് നമ്മളുടെ പണികളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തീരുക. ഒന്ന് കഴിഞ്ഞ് ഒന്ന് എന്ന് കാത്ത് നിൽക്കുമ്പോഴേക്കും നമ്മളെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഒരേ സമയം മാക്സിമം 1 2 3 സാധനങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ അടുപ്പത്ത് വെച്ച് അതിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് കുറച്ച് സമയം മതി കിച്ചണിൽ നിൽക്കാൻ. കുക്കിംഗ് പെട്ടെന്ന് തീരും, ക്ഷീണം അധികം ഉണ്ടാവില്ല. ഒരുപാട് പണി ഇതെന്നുള്ള അങ്ങനത്തെ ഒന്നും തോന്നില്ല. കുറേ നേരം കിച്ചണിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ക്ഷീണം അധികം വരിക. പിന്നെ നമ്മളുടെ പണി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് കുക്കിങ്ങൊക്കെ തീർന്നോട് കൂടിയിട്ട് കിച്ചൺ ക്ലീൻ ആയിട്ടിരിക്കണം. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും പണി ചെയ്തു എന്ന് നമുക്ക് തോന്നാത്ത വിധത്തിൽ, അതായത് ആ കിച്ചൺ കാണുമ്പോൾ ആർക്കും തോന്നരുത് ഇതിൻ്റെ ഉള്ളിൽ കുക്കിംഗ് നടന്നിരുന്നോ എന്നുള്ള പോലെ, അങ്ങനെ അത്രയും ക്ലീനായിട്ട് അങ്ങ് ഇരിക്കണം കിച്ചൺ എപ്പോഴും. ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇന്ന് സൂര്യന് മുട്ടയോ മീനല്ലെങ്കിൽ അവന് ഇഷ്ടമല്ല, ചിക്കനോ അല്ലെങ്കിൽ മുട്ടയോ ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഞാനൊരു പൊട്ടറ്റോ കൊണ്ടൊരു ഫ്രൈ ഉണ്ടാക്കാമെന്ന് വെച്ചു. അത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പൊട്ടറ്റോ ഒരു 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. കുഞ്ഞു പൊട്ടറ്റോ ആണ് കേട്ടോ, കുഞ്ഞു 3 പൊട്ടറ്റോ. അപ്പോൾ അതുകൊണ്ടൊരു ഫ്രൈ ആയിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോഴേക്കിനും കാബേജ് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങയും പച്ചമുളകും ഉള്ളിയും ചതച്ചതില്ലേ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഇറക്കി വയ്ക്കാം. ഇനി പൊട്ടറ്റോ ഫ്രൈ ആക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ ഒരു പണിയില്ല, കുറച്ച് നേരം സിമ്മിലിട്ടിട്ട് അതിങ്ങനെ ഫ്രൈ ആക്കി എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ മുന്നിൽ നിൽക്കൊന്നും വേണ്ടല്ലോ, വേറെ പണികളൊക്കെ ചെയ്യാം. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊട്ടറ്റോ നുറുക്കിയത് ചെറിയ സ്ക്വയർ പീസസ് ആക്കിയിട്ടാണ് നുറുക്കിയിരിക്കുന്നത്. അതിലിട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സാക്കി അങ്ങനെ മൂടി വയ്ക്കുക. പിന്നെ അതൊന്ന് പൊട്ടറ്റോ ഒന്ന് വേവുമല്ലോ. പിന്നെ അതിന് ശേഷം അങ്ങ് തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടാൽ മതി. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കണം. അപ്പോൾ അതായത് വലിയ പാനിൽ കുറച്ച് പൊട്ടറ്റോ വെച്ച് ചെയ്താലാണ് ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇതുപോലെ തന്നെ വെണ്ടയ്ക്കയും വട്ടത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം. ഈ പൊട്ടറ്റോയും വെണ്ടയ്ക്കയും ഇതേപോലെ ചെയ്തതാണ് അവന് സ്കൂളിൽ കൊണ്ടുപോകാൻ നല്ല ഇഷ്ടമാണ്. ഇന്നത്തെ കറി മോര് കാച്ചിയതാണ് കേട്ടോ. ഏറ്റവും എളുപ്പമുള്ളൊരു കറി എന്ന് പറയാം. പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് പണികളൊന്നുമില്ല. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കാൻ നിൽക്കണം, അത് മാത്രമേ ഉള്ളൂ, വേറെ ഈസിയാണ്. 2 പാക്കറ്റ് തൈരാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. അത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. പണ്ടൊക്കെ ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലും വയറിന് ഒരു വയ്യായ്കയോ വയറുവേദന പോലെയൊക്കെ തോന്നുന്ന അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ കുട്ടികൾക്ക് എപ്പോഴും. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഈ മോര് കാച്ചി ഇതൊക്കെ കൂട്ടിയിട്ടാണ് ചോറ് കൊടുക്കുക. അതുപോലെ മോര് കാച്ചലല്ല ഇപ്പോൾ ഞാൻ ചെയ്യണത്. ഇതിപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെട്ടുള്ള മോര് കാച്ചലാണ് കേട്ടോ. അന്ന് ചെയ്തിരുന്നത് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ അതിൽ പച്ചമുളകും എരിവൊന്നും ഇടില്ല. മോര് ഇതേപോലെ എടുത്ത് അതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചിട്ടിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഇളക്കുക. അതിൽ ഒരു നുള്ള് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. വറവിൽ ഒന്നും ഉണ്ടാവില്ല, വറുത്തിടില്ല, കടുക് മുളക് ഒന്നും വറുത്തിടൊന്നുമില്ല. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ചിട്ട് കുറച്ച് നേരം കൂടി ഇങ്ങനെ ഒരു 5 മിനിറ്റ് കൂടി ഇളക്കിയിട്ട് ഒന്ന് കൂടി വറ്റിച്ചെടുക്കണം. എന്നിട്ട് അതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു മഞ്ഞ കളറാണ് ഉണ്ടാവുക. മഞ്ഞൾപ്പൊടി നല്ലതാണല്ലോ, വയറിനൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് കുട്ടികൾക്ക്, കുഞ്ഞു മക്കൾക്ക് മുൻപ് ഇങ്ങനെ ചോറ് കൊടുക്കുക. വയറിന് വേദന അങ്ങനെയൊക്കെ വയറിളക്കം പോലെയുള്ള എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഒരു മരുന്ന് പോലെയാണ് ഈ മോര് കാച്ചിയതും കൂട്ടിയിട്ട് ചോറ് കൊടുക്കുക കുട്ടികൾക്ക്. ഞാനിവിടെ മോര് കാച്ചുന്നതിൽ കുറച്ച് എരിവൊക്കെ ഇടും കേട്ടോ. പച്ചമുളക് ഇപ്പം ഞാൻ തൈര് അടിച്ചില്ലേ അതിൽ തന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചോറൊക്കെ കൂട്ടുമ്പോൾ കുറച്ചൊരു എരിവൊക്കെ വേണ്ടേ. അപ്പോൾ അതിൽ കുറച്ച് 2 പച്ചമുളക് കീറിയിട്ടിട്ടുമുണ്ട്.
പിന്നെ പോരാത്തതിന് ഇതാ കുരുമുളക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൽ ഒന്നുകൂടി നന്നായിട്ട് ചതച്ചെടുക്കുക. ഞാനിതിൽ ഇഞ്ചി ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഈ കുരുമുളകും വെളുത്തുള്ളിയും ചതച്ചത് ഇപ്പോൾ നമ്മൾ തൈര് അടിച്ച് വെച്ചിട്ടില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വേപ്പിലയും അതിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയില്ലേ അതും ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും ഉലുവയും വറ്റൽമുളകുമാണ്. അത് ഞാൻ 3 കൂടിയിട്ടിട്ട് പാത്രത്തിലിട്ടതാണ് കേട്ടോ. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ ചൂടൊന്നും അങ്ങോട്ട് പാകാവുമല്ലോ. മറ്റേത് ആ നല്ല ചൂടായിട്ട് നിൽക്കണേലേക്ക് തൈര് ഈ മിക്സ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിരിയാൻ സാധ്യത ഉണ്ട്. അത് കാരണം ഞാൻ തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ ചൂടൊക്കെ ഒന്നുകൂടെ കുറയും. അതിലേക്കാണ് പിന്നെ ഈ തൈര് അടിച്ചതില്ലേ മോരാക്കിയതില്ലേ അതങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞങ്ങളിവിടെ ഇങ്ങനെ മോര് കാച്ചുമ്പോൾ അത് തിളപ്പിക്കും. തിളയ്ക്കുന്നത് വരെ ഇളക്കും. നന്നായിട്ട് തിളച്ച് മറിയണം. അല്ലാണ്ട് അങ്ങനെ ചൂടാക്കി എടുക്കുന്ന അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അതൊരു ടേസ്റ്റായിരിക്കാം. പക്ഷേ ഞങ്ങൾ ഈ ഭാഗത്ത് ചെയ്യുന്നത് അന്ന് തിളപ്പിച്ചിട്ടാണ് ചെയ്യാറ്. വീട്ടിലൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അത് ഞാനും ഫോളോ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കൈയെടുക്കാണ്ട് ഇളക്കുന്ന എന്തിനാണെന്നറിയോ? അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് പണിയുള്ളത് ആകെ ഈ മോര് കാച്ചണയിൽ അത് നിന്നിട്ട് ഇങ്ങനെ കുറേ നേരം ആ തിളയ്ക്കുന്ന വരെ ഇങ്ങനെ ഇളക്കണം. അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു പണി. എന്നിട്ട് അതിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് പിന്നെ എപ്പോൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനത് ആദ്യം ഇട്ട് കൊടുത്തിട്ടില്ല, അവസാനമാണ് തിളച്ചതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. സ്കേറ്റിംഗ് ഒക്കെ കഴിഞ്ഞതാ സൂര്യൻ എത്തി. അപ്പോൾ ഇന്നിപ്പോൾ വരുമ്പോൾ തന്നെ അവന് അച്ഛൻ ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തിരുന്നത്രേ. അപ്പോൾ പിന്നെ അതൊക്കെ കുടിച്ചപ്പോൾ ഒരു ചെറിയൊരു ഉഷാറിലാണ് വരവ്. ഇനിയിപ്പോൾ അവൻ കുളി കഴിഞ്ഞിട്ട് വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് ലഞ്ച് കഴിക്കാൻ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞു. അവിടെ പാത്രങ്ങളൊക്കെ കഴുകി അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി. ഇനി ഒരു 4 മണിയാവുമ്പോൾ ഒന്ന് പുറത്തിറങ്ങാനുണ്ട്, കോട്ടയ്ക്കൽ പോകാനുണ്ട്. അപ്പോൾ അതുവരെ ഒന്ന് റെസ്റ്റ് എടുക്കാം. മൂന്നരയൊക്കെ ആയപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് എണീറ്റു. ഒരു കട്ടൻ ചായ ഉണ്ടാക്കണം, പിന്നെ പോകാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് ഇസ്തിരി ഇടണം. അതിനൊക്കെ വേണ്ടിയിട്ടങ്ങ് എണീറ്റു. അവിടെ ഏട്ടൻ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നുണ്ട്. സൂര്യൻ അവിടെ ഗെയിമിലാണ്. ഞാൻ കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് കട്ടൻ ചായയാണ് ഇപ്പോൾ ഉണ്ടാക്കണം കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല, വെയിറ്റ് കൂടുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അത് കാരണം ഉച്ചയ്ക്ക് ഉറങ്ങാറൊന്നുമില്ല. പിന്നെ ജോലിയുള്ള സമയത്ത്, ഓഫീസിൽ പോയിരുന്ന സമയത്ത് അതെ, ഇപ്പോൾ ഓഫ് ഡേയ്സിലൊന്നും അങ്ങനെ കിടന്നുറങ്ങുമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ പറയും എനിക്ക് ഓഫീസിലിരിക്കുന്ന സമയത്ത് ആ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഉറക്കം വരുള്ളൂ.
അത് കാരണം ഓഫ് ഡേയ്സിലും ഉറങ്ങണില്ല എന്ന് പറയും. ഒരു ദിവസം ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയാൽ മതി, പിറ്റേന്ന് ആ നേരമാകുമ്പോൾ നമുക്ക് ഉറക്കാൻ വരില്ലേ, അത് കാരണമാണ് ഉറങ്ങാത്തത്. കോട്ടയ്ക്കൽ ആദ്യം പോയിട്ട് ഒരു ടെക്സ്റ്റൈലിൽ കയറണം. എനിക്കൊരു ടോപ്പ് ഉണ്ട്, അതിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ലെഗിൻസ് എടുക്കാനുണ്ട്. പിന്നെ ഏട്ടന് ടീഷർട്ട്, സൂര്യന് ടീഷർട്ട് ഒക്കെ ഒന്ന് വാങ്ങിക്കാനുണ്ട്. മെയിനായിട്ട് ഞങ്ങൾ പോണത് ആടുജീവിതം കാണാനാണ് കേട്ടോ. അത് ഷോ തുടങ്ങാൻ 6:15 അപ്പോഴേക്കും വേറെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ടെക്സ്റ്റൈലിൽ കയറി. അങ്ങനെ അവിടുന്ന് അതൊക്കെ വാങ്ങിച്ചു. നേരെ പിന്നെ പോയത് അവിൽ മിൽക്ക് കഴിക്കാൻ, കോട്ടയ്ക്കലിൻ്റെ സ്വന്തം അവിൽ മിൽക്ക്. അവിടുന്ന് നേരെ ഇറങ്ങി പിന്നെ നേരെ മൈജി പോയി. അവിടെ ഒരു മൊബൈൽ വാങ്ങിച്ച എൻ്റെ പോയിൻ്റ്, അതിനപ്പോൾ പോയിൻറ്റിന് ഇത്ര രൂപയുടെ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാമല്ലോ. അപ്പോൾ മാർച്ച് 31 അത് കഴിയും. അപ്പോൾ അതിന് മുന്നേ വന്നിട്ട് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിക്കുക ചോദിച്ചാൽ അങ്ങനെ നമുക്ക് അവിടെ ഒരു വാങ്ങിക്കേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു പ്ലാൻ ഇല്ലാണ്ട് നമുക്ക് കുറേ സമയം വേണമല്ലോ, എന്തെങ്കിലുമൊക്കെ എടുത്ത് സെലക്ട് ചെയ്ത് അങ്ങോട്ട് അതിനുള്ള ടൈമില്ല. ഷോ തുടങ്ങുന്നതിന് അവിടെ എത്തണമല്ലോ. അങ്ങനെ ആ പൈസയ്ക്കുള്ള 1-2 സാധനങ്ങളൊക്കെ ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് എടുത്തു. എന്തെങ്കിലും എടുക്കേണ്ടത് വിചാരിച്ചെടുത്തതാണ്. അങ്ങനെ ഒരു ബൗളും എടുത്തു, ഗ്ലാസ്സും എടുത്തു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ തിയേറ്ററിൽ പോയി, ആടുജീവിതം. അപ്പോൾ ഒരു 6 മണി കഴിഞ്ഞപ്പോഴേക്കും തിയേറ്ററിലെത്തി. സിനിമയൊക്കെ കണ്ട് നേരെ പിന്നെ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ സിനിമയെ പറ്റി പറയാൻ വാക്കുകളില്ല, അത്രയ്ക്കും നല്ല സിനിമ. ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ പോയി എന്തായാലും കാണണം. അത് നോവൽ വായിക്കാണ്ട് തന്നെ പോയി കാണണം, അപ്പോഴാണ് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും നമുക്ക്. ഈ റെസ്റ്റോറൻറ്റില്ലേ, ഇത് കോട്ടയ്ക്കൽ ചങ്കുവെട്ടിയിലെ സൈൻ റെസ്റ്റോറൻ്റാണ്. അടിപൊളി ഫുഡാണ് കേട്ടോ. ഇത് പ്രൊമോഷനൊന്നുമല്ല, പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. ഞാൻ അവിടെ ഓഫീസിൽ വർക്ക് ചെയ്ത് ഇവിടെ കോട്ടയ്ക്കലിനടുത്ത് തന്നെയായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓഫീസിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പാർട്ടിയൊക്കെ നടത്തില്ലേ, അപ്പോഴൊക്കെ ഇവിടുന്ന് ഡെലിവറി ചെയ്യിപ്പിക്കുക ചെയ്യുക ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന്. ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ വീണ്ടും അവിടെ തന്നെ കഴിക്കാൻ തോന്നും, അതാണ് പ്രത്യേകത. ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോഴും അതെ ഈ റെസ്റ്റോറൻറ്റിൽ അധികം കയറുക. ഞാനിപ്പോൾ ഇവിടുന്ന് ഓർഡർ ചെയ്തത് പുലാവും ചിക്കൻ പുലാവ്, സൂര്യൻ മന്തി കഴിക്കുന്നുണ്ട്, പിന്നെ ഏട്ടൻ പെരി പെരി ചിക്കൻ, അത് അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളി ഫുഡാണ് കേട്ടോ. എൻ്റെ ഫുഡ് കൺട്രോളൊക്കെ ഞാൻ ഈ സമയത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കും. ഞാൻ വീട്ടിലാവുന്ന സമയത്ത് മാത്രമാണ് വീട്ടിലത്തെ ഫുഡൊക്കെ നമ്മൾ ഡെയിലി കഴിക്കുന്നതില്ലേ, അത് മാത്രമാണ് ഇങ്ങനെ ഭയങ്കര കൺട്രോൾ ചെയ്തിട്ട് വളരെ കുറച്ചൊക്കെ കഴിക്കുള്ളൂ. ഇങ്ങനെയുള്ള സമയത്തിന് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ കുറയ്ക്കുന്നത്. അതായത് ഇഷ്ടപ്പെട്ട നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ, നമുക്ക് വേണ്ടതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡെയിലി കഴിക്കുന്ന ചോറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വളരെ കുറച്ച് കഴിക്കും. ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വർക്കൗട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഉള്ള യാതൊന്നും ഇല്ല കേട്ടോ. കുറച്ച് ഫുഡ് കുറച്ച് കഴിക്കുന്നുള്ളത് മാത്രമേ ചെയ്യാറുള്ളൂ, വേറെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ പക്ഷേ അങ്ങനെ ചെയ്താൽ ഇതേപോലെ ഭക്ഷണം കഴിക്കാനൊന്നും പിന്നീട് പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വേണ്ടി വരില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ 10:45 ഇനിയിപ്പോൾ പണിയൊന്നുമില്ല, ഇനി ഒന്ന് കുളിക്കണം, കിടന്നുറങ്ങണം, അത്രയേ ഉള്ളൂ.
അപ്പോൾ ഇന്നത്തെ വീഡിയോനെ പറ്റിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെയൊക്കെ കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഒരു എനർജിയാണ്. അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രത്യേക എനർജി വരില്ലേ. നിങ്ങൾ കുറച്ചുകൂടി എൻ്റെ അടുത്ത് അടുപ്പുള്ളവരെ പോലെയോ സ്വന്തമാണ് എന്നുള്ള പോലെയോ അങ്ങനെയൊക്കെ ഒരു ഫീലാണ് ഇങ്ങനെ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.